നമ്മുടെ കറുത്ത പൊന്ന്, കറുത്ത മുത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? ഇവിടുത്തെ കറുത്ത മുത്ത് ഇതായി ഈ പീറ്റു ആട്ടോ. അപ്പം ഞാൻ പീറ്റുവിനെ അഴിച്ചു വിട്ടു. നമ്മൾക്ക് കുറച്ച് കറുത്ത പൊന്ന് തേടി പോകാം എന്നും പറഞ്ഞുകൊണ്ടാട്ടോ അഴിച്ചത്. പക്ഷെ പീറ്റു വരുന്നില്ല, വന്നിട്ട് തിരിച്ച് കയറി പോവുക. അവൻ പറഞ്ഞു എനിക്ക് കറുത്ത പൊന്നും വേണ്ട, കറുത്ത മുത്തും വേണ്ട, സോണി എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊടകൊടയെന്നും പറഞ്ഞുകൊണ്ട് അവന് ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു പീറ്റു നീ പോരെ, ഞാൻ നിന്നെ നോക്കിക്കോളാം, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ വിശ്വാസമില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവനെ നല്ലോണം പേടിപ്പിച്ച കേട്ടോ ടോണി. അതുകൊണ്ട് അവൻ അവിടെ നിന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയി നോക്കാം, ഞാൻ പോയി നോക്കിയിട്ട് നീ വന്നാൽ മതി പുറകേന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ആദ്യം പോയി നോക്കി. ടോണി അവിടെ കൂട്ടി കയറിയിട്ടുണ്ടെന്ന് ഉറപ്പായ പീറ്റു വരും കേട്ടോ. പീറ്റു ആണ് ഇപ്പോൾ എൻ്റെ സെക്യൂരിറ്റി ഗാർഡ് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും തന്നെയല്ലേ ഇറങ്ങുന്നത്. അപ്പം അവനും മനസ്സിലായി. കുറേ നേരം ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെ കാണാനില്ലാഞ്ഞപ്പം എൻ്റെ മെല്ലെ അതിലേക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണുന്നുണ്ട് അവൻ അതിലേക്ക് വന്ന് എന്നെ തിരഞ്ഞ് വന്നിട്ടിട്ട് കേട്ടോ. മറുവഴി ഇട്ടാട്ടോ വന്നത്. ഇവർക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടോ. ഇവർ നമ്മൾ പോണ വഴിക്കൊന്നും അല്ല കേട്ടോ വരുന്നത്, ഇവർ വേറെ വഴിക്ക് വന്ന് നോക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഞാനിതാ നമ്മുടെ കറുത്ത മുത്തിനെ പെറുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇത് പൊള്ളേ പൊങ്ങുമൊക്കെ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നി ഇത് മുഴുവനും കേട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത് മൂത്തതാണോ എന്നറിയാൻ എന്താ വിധം ഞാനൊന്ന് മെല്ലെ എടുത്ത് കടിച്ച് നോക്കി കേട്ടോ. അപ്പം നല്ല എരിവുണ്ട് കേട്ടോ. അപ്പം മനസ്സിലാക്കി ഇത് നല്ല സൂപ്പർ കറുത്ത മുത്താട്ടോ. ഇതിനെ കൊണ്ട് നമുക്ക് കറിക്കൊക്കെ അരച്ച് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാവും കേട്ടോ. അങ്ങനെ ഇത് ഞാൻ പൊങ്ങും പൊട്ടും ഒക്കെ ആയിട്ട് കിടന്ന് കുറച്ച് ഞാൻ ഏതായാലും പെറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് ഒതുക്കി തല്ലി കൂട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പിടിയാലും കിട്ടും കേട്ടോ. അങ്ങനെ അതും പെറുക്കി. പിന്നെ കുറച്ച് വിറകുണ്ട്, ആ വിറകൊക്കെ ഒന്ന് പെറുക്കി എടുത്തു കേട്ടോ. അപ്പോൾ പീറ്റു എന്നെ അന്വേഷിച്ച് മറുവഴിയിട്ട് വന്നിട്ടുണ്ട്. പീറ്റുവിന് നല്ല ബുദ്ധിയാട്ടോ, നേരിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഇതൊക്കെ മാറാപ്പ് കെട്ട് കിട്ടും കേട്ടോ ഞാൻ ചെയ്തത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ വിറകെടുക്കാനുണ്ട്, വെള്ളം എടുക്കാനുണ്ട്, അങ്ങനെ പല ജോലികളും ഉണ്ട്. അപ്പോൾ ഇത് പുറത്ത് മാറാപ്പായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിലൊന്നുമില്ലാന്ന് എനിക്ക് അറിയത്തുള്ളൂ, പുറത്ത് വലിയ കെട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പം അത് കെട്ടി ഞാൻ വിറകൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം അല്ലേ. അപ്പോൾ പീറ്റുവിന് ധൈര്യമായി. പീറ്റു പറഞ്ഞു ടോണീനെ കെട്ടിയിട്ടുണ്ട്, ഇനി എനിക്കിതിലെ ഒന്ന് വിലസാന്നൊക്കെ പറഞ്ഞ് അവൻ അതിലേ കിടന്ന് ഭയങ്കര വിലസിലാട്ടോ. അങ്ങനെ ഞാൻ വിറകൊക്കെ കെട്ടി വീട്ടിൽ വന്നപ്പോൾ ഉഷ്ണം എന്നെ ശാന്തിയില്ലേ. ഉഷ്ണം കൊണ്ട് എന്നെ ശമിപ്പിക്കണം എന്നല്ലേ ഞാൻ ചൂട് കാപ്പിയാട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് അങ്ങനെ ഒരു മോഹം തോന്നിയത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ, സി യു.